ആചാര ലംഘനത്തിന് കുട പിടിച്ചവർ 4 വോട്ടുകൾക്ക് വേണ്ടി വീണ്ടും നിലപാടിൽ ഇഴയുകയാണോ? ജനം TV അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ വാദം ഏപ്രിൽ 7 മുതൽ. 9-അംഗ ഭരണഘടനാ ബെഞ്ചാകും വാദം കേൾക്കുക. ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ പ്രത്യേകമായി കേൾക്കും. അതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ അടക്കമുള്ള കക്ഷികൾ മാർച്ച് 15 മുൻപായി വാദങ്ങൾ എഴുതി നൽകണം. 9-അംഗ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കൊന്നും നടക്കാൻ സാധ്യതയില്ല. കാരണം മാർച്ച് 14 മുൻപായി സർക്കാർ തങ്ങളുടെ നിലപാട് അറിയിച്ചേ മതിയാകൂ. ഇന്ന് എന്താണ് സുപ്രീം കോടതിയിൽ നടന്നത്? എല്ലാം വ്യക്തമായി തന്നെ പറയാം. 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ വാദം ഏപ്രിൽ 7 മുതൽ കേൾക്കാൻ ഒരുങ്ങുകയാണ് സുപ്രീം കോടതി. നിർണായകമാണ്. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുക. കേരളത്തിന് ഇത് അഗ്നിപരീക്ഷയുടെ സമയം തന്നെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കൊന്നും ഇവിടെ വില പോകില്ല. കാരണം മാർച്ച് 14 മുൻപായി സർക്കാർ നിലപാട് അറിയിക്കും. എന്തൊക്കെയായിരിക്കും സർക്കാർ ബോധിപ്പിക്കുക? ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ കേസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പരിഗണനയ്ക്ക് എടുത്തു. അതിനുശേഷം ഇത് വാദം കേൾക്കുന്ന തീയതി നിശ്ചയിച്ചു. ഏപ്രിൽ 7 മുതൽ ഈ കേസിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 15-ാം തീയതിക്ക് മുൻപ്, മാർച്ച് 15-ാം തീയതിക്ക് മുൻപ് ഈ കേസിലെ കക്ഷികൾ തങ്ങളുടെ വാദങ്ങൾ എഴുതി നൽകണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏപ്രിൽ 22-നുള്ളിൽ ഈ കേസിൽ വാദം കേട്ട് വിധി പറയുക എന്നുള്ളതായിരിക്കും, ഈ വാദം പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം. ഈ മാർച്ച് 15-ന് മുൻപ് വിശദാംശങ്ങൾ എഴുതി നൽകണം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരും തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കേണ്ടി വരും. യുവതികളെ കയറ്റണോ വേണ്ടേ, ഈ തീരുമാനം സർക്കാർ അറിയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത വെല്ലുവിളിയാകും. ഇന്ന് കോടതിയിൽ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞത്, ഇതുവരെയും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞത്. സോഫാർ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി മാറ്റം വരുമോ എന്നുള്ള ചോദ്യമടക്കം സംസ്ഥാന സർക്കാർ മറുപടി പറയണം. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. പരിപൂർണമായും ഭക്തർക്കൊപ്പം നിൽക്കുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ വാദം ഏപ്രിൽ 7 മുതൽ നടക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.